വായനാ ദിനത്തിൽ 1000-ഓളം പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകനും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ എൻ മാധവൻകുട്ടിയുടെ മലയാള പുസ്തക ശേഖരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. തന്റെ പക്കലുള്ള 1000-ഓളം മലയാള പുസ്തകങ്ങളാണ് വായനാ ദിന സമ്മാനമായി നൽകിയത്. പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചില്ലലമാര ഉൾപ്പെടെയാണ് വിദ്യാലയത്തിന് കൈമാറിയത്. ഐതിഹ്യമാല മുതൽ കേരള ചരിത്രം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളാണ് എൻ മാധവൻകുട്ടിയുടെ ശേഖരത്തിലുള്ളത്. വായനാ ദിനത്തിൽ KKTM GHSS-ൽ നടന്ന ചടങ്ങിൽ പുസ്തക ശേഖരണം വിദ്യാലയത്തിന് കൈമാറി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസറി ഷൈനി ആൻഡോ, SMSC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, MTA പ്രസിഡന്റ് സനിത സനീഷ്, സീനിയർ അസിസ്റ്റന്റ് M സീന, ലൈബ്രറി ഇൻചാർജ് നിലീന എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രകൃതിയുമായിട്ടുള്ളതും വളരെയേറെ ശക്തമായ മഴ പുറത്ത് നിൽക്കുകയും നമ്മളെ സംബന്ധിച്ച് ഇന്ന് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. അത് ഒരു മാസക്കാലം നീളുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ 2025 ജൂൺ 19 എന്നത് വായനാ ദിനം മാത്രമല്ല, നമുക്ക് ഒരു അമൂല്യമായ സമ്മാനം കിട്ടിയ ഒരു ദിവസം കൂടിയാണ്. ഈ ദിനം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ദേശത്ത് ജനിച്ചു വളർന്ന് ഉയരങ്ങളിലേക്ക് എത്തിപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ എം മാധവൻകുട്ടി സാറും കുടുംബാംഗങ്ങളും കൂടിയാണ്. ഇതിന്റെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒരു ദിവസം അദ്ദേഹം തന്ന ഈ സമ്മാനം ഒരു ദിവസം ഓരോ പുസ്തകം വെച്ച് വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 3 വർഷത്തോളം എടുക്കും അത് വായിച്ചു തീരാൻ. നമ്മുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 14,000-ഓളം പുസ്തകങ്ങളാണ് നമ്മുടെ ലൈബ്രറിയിലുള്ളത്. അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 40-ൽ പരം വർഷം നമ്മൾ ഒരു ദിവസം ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് അത്രയും പോരാ എങ്കിൽ പോലും 40-ൽ പരം വർഷം എടുക്കും ഈ പുസ്തക ശേഖരം വായിച്ചു തീർക്കാൻ. ഇപ്പോ നിങ്ങൾക്ക് അതിവിപുലമായൊരു ശേഖരം തന്നെയാണ്, അറിവിന്റെ വാതായനമാണ് തുറന്നിട്ടിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കണം. അതിനുള്ള അവസരം നമ്മുടെ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറി ഇടയ്ക്ക് സന്ദർശിക്കണം. അതോടൊപ്പം നിങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വായനാശീലം കൂടി ആ ടെലിവിഷനിൽ നിന്നുള്ള